ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1446 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 30 ബുധനാഴ്ച, 1200 ആണ്ട് മേടമാസം 17 ഗുരുവചനങ്ങളിലൂടെ അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും ഉണ്ടാവരുത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 14-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ സുന്ദരിയായ ഒരു പാശ്ചാത്യ കുമാരി യൂറോപ്പിൽ നിന്നും ഉപരിപഠനം കഴിഞ്ഞെത്തിയ ഒരു ഭാരതീയ യുവാവിൻ്റെ അനുരാഗത്തിന് പാത്രമായി കേരളത്തിൽ എത്തിച്ചേർന്നു. യൂറോപ്പിൽ വെച്ച് അവർ തമ്മിൽ പരിചയിച്ചു. പരിചയം വളർന്ന് ഗാഠാനുരാഗമായി. വാഗ്ദാനപ്രകാരമാണ് കടലുകൾ കടന്ന് കാമിനിയായ കന്യക തൻ്റെ കാമനെ തേടി കേരളത്തിൽ വന്നത്. എന്നാൽ യുവാവിൻ്റെ അച്ഛനാകട്ടെ സ്ഥലത്തെ ഒരു പ്രധാനിയായിരുന്നു. അന്യരാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു യുവതിയെ തൻ്റെ മകൻ വിവാഹം കഴിക്കുക, ആഭിജാത്യമുള്ള ഒരുവന് അതൊരിക്കലും സാധ്യമാണെന്ന് കരുതുവാൻ ആ പിതാവിന് തീരെ കഴിഞ്ഞില്ല. അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. അവിഹിതമായ രക്തസംക്രമണം കൊണ്ട് ആ കുടുംബം സമൂഹത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണമോ? അങ്ങനെ ചിന്തിക്കുന്നത് പോലും അവർക്ക് ദുസ്സഹമായിരുന്നു. ഈ മിശ്ര വിവാഹത്തിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുന്ന വാദപ്രതിവാദങ്ങൾ നാട്ടിലെല്ലാം മുക്കിലും മൂലയിലും ഒച്ചപ്പാടുണ്ടാക്കി. കാര്യവിവരമുള്ളവർ സമ്മതം മൂളി. മറ്റു ചിലർ വരാൻ പോകുന്ന ദുർദശയുടെ അപശകുനമായി ഇതിനെ കരുതി. അവസാനം യുവാവിൻ്റെ പിതാവ് ഗുരുവിനെ ശരണം പ്രാപിച്ചു. ഒരു യൂറോപ്യൻ വനിതയെ ഭാരതീയ യുവാവ് വിവാഹം കഴിക്കുന്നതിൽ ഗുരു ഒരു തെറ്റും കണ്ടില്ല. എന്ന് മാത്രവുമല്ല, അവരുടെ വിവാഹം തൻ്റെ ആശ്രമത്തിൽ വെച്ച് നടത്തിക്കൊള്ളുവാൻ അവിടുന്ന് അനുജ്ഞ നൽകുകയും ചെയ്തു. പൊതുജനങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന ആ യുവാവിൻ്റെ പ്രേയസിയായ ധീരതയുള്ള ആ പാശ്ചാത്യ വനിത, ആ വധു, ഭാരതീയ വേഷത്തിൽ സാരി അണിഞ്ഞ് വിവാഹവേദിയിലെത്തി. മാവിൻ ചുവട്ടിൽ തയ്യാറാക്കിയിരുന്ന ഒരു ചെറിയ മണ്ഡപത്തിൽ എഴുന്നള്ളിയിരുന്ന ഗുരു ആ മംഗളകർമ്മത്തെ അനുഗ്രഹിച്ചു. അതിൽ വിവിധ ജാതി മതസ്ഥരുടെ പ്രതിനിധികളായ ഒട്ടനേകം ജനങ്ങൾ പങ്കുകൊണ്ടു. വധുവിൻ്റെ സ്വന്തക്കാരായി അവിടെ ആരുമുണ്ടായിരുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടി ആ മംഗളമുഹൂർത്തത്തിൽ 2 നല്ല വാക്ക് പറയുവാൻ ഗുരു തന്നെ അവിടെ കൂടിയിരുന്ന ഒരു ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു. അങ്ങനെ തമ്മിൽ പൊരുതുന്ന വർണ്ണവർഗ വിവേചനത്തിൻ്റെ തുറുങ്കുകളെ തള്ളി നീക്കിയിട്ട് ഏകോദര സഹോദരങ്ങളായി അതിഥികൾ തോളോട് തോൾ ഒരുമിയിരുന്ന് വിഭവസമൃദ്ധമായ സദ്യയിൽ പങ്കുകൊണ്ടു. സംഘർഷത്തിൻ്റെ തീമഴയെ പേടിച്ചു വന്നവർ സഹയോഗത്തിൻ്റെ തൂവമൃത് നുകർന്ന് തൃപ്തരായാണ് ആശ്രമത്തിൽ നിന്നും വിടവാങ്ങിപ്പോയത്. അങ്ങനെ ഒരിക്കൽ കൂടി ഗുരുവിൻ്റെ മൗനഘനമായ തത്വനിഷ്ഠ അതിൻ്റെ നിഷ്കളങ്കമായ വിജയപതാക ഉയർത്തിപ്പിടിച്ചു. അതിനെ തുടർന്ന് ഈ വിജയത്തിൻ്റെ ആവർത്തനം ആശ്രമത്തിൽ ഒരു നിത്യസംഭവമായി ഇന്നും തുടരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.